നല്ല ഒന്നാം തരം പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിര് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. അതിന്റെ പേര് ഇതുമാതിരി പിറപ്പ് പണിയെന്ന് പറയും. ചാപ്പാട് കഴിച്ചാലേ നിങ്ങൾ എനിക്കൊരു ചായം മേടിച്ചു തന്നാൽ അതിനൊരു മര്യാദ ഞാൻ നിങ്ങളോട് കാണിക്കണ്ടേ? ചുമ്മാ സ്റ്റണ്ടായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചിട്ടുണ്ട് ആളുകൾ. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നിയത്. പിന്നല്ലാതെ നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമപ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ശബരിമല വിഷയമൊക്കെ വലിയ തിരിച്ചടിയായിട്ടുണ്ടോ? ശബരിമല വിഷയമൊന്നും അല്ലെന്നേ. ശബരിമല വിഷയത്തെ നമ്മളെന്നെ ചെയ്ത് രാഹുൽ മാങ്കൂട്ടം വിശേഷം അതൊന്നും വലിയ വിഷയമൊന്നും ആയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കാണ് ഇന്ന് രക്ഷയെന്നാണ് കാണിക്കുന്നത്. സ്ഥലത്ത് ഭൂപതിവ് ചട്ട ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമായി, എന്നിട്ട് ഇത്രയും വലിയൊരു തിരിച്ചടി ജില്ലാ പഞ്ചായത്ത് ഞങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. എന്തുകൊണ്ടാണ് ഇത്തരൊരു വിധി വന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മമായി എല്ലാ അർത്ഥത്തിലും പരിശോധിക്കും. അത് പരിശോധിക്കാതെ ഞാനിപ്പോൾ വ്യക്തിപരമായി എന്തെങ്കിലും പറയുന്നത് ശരിയല്ലോ. തോൽവി തന്നെ, അത് തോറ്റത്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞങ്ങളുടെ പാർട്ടിയും LDF പരിശോധിക്കും.